ഇന്നത്തെ വീഡിയോ നമ്മുടെ ന്യൂസിലൻഡിലെ ലാസ്റ്റ് 3 ഡേയ്സിലെ വിശേഷങ്ങളാണ്. ഇന്ന് നമ്മുടെ ഡേ 18 ന്യൂസിലൻഡാണ്. നമ്മൾ ഇന്നലെ താമസിച്ചത് ഇവിടെ ഫോക്സ് ഗ്ലേഷ്യറിൽ ഒരു ഹോളിഡേ പാർക്കിലായിരുന്നു. അവിടെ നിന്ന് ഇന്നും അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് ഫോക്സ് ഗ്ലേഷ്യറിലെ അട്രാക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ കുറേ വോക്സാണ് മെയിനായിട്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി ദൂരം നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് ചെറിയ വോക്സൊക്കെ ചെയ്ത് കുറച്ച് കാഴ്ചകളൊക്കെ കാണാനാണ് ഇന്നത്തെ പ്ലാൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളൊരു 9 o'clock ആ ഒരു സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഫോക്സ് ഗ്ലേഷ്യർ ടൗൺ. നമ്മളപ്പോൾ അവിടെ ഇറങ്ങി ഞങ്ങൾ ആക്ച്വലി ഒരു ബൈക്ക് ഹയർ ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ എന്തെങ്കിലും ഷോപ്സ് ഉണ്ടോ എന്ന് നോക്കിയതാണ്. പക്ഷേ അങ്ങനത്തെ ഒന്നും കിട്ടിയില്ല. ചെറിയൊരു ടൗണാണ്. നമ്മൾ ആദ്യം പോകുന്നത് ഇവിടെ ഒരു മിനെഹഹ വോക്ക് എന്ന് പറഞ്ഞിട്ടൊരു വോക്കുണ്ട്. ഇത് ചെറിയൊരു റെയിൻ ഫോറസ്റ്റ് വോക്കാണ്. ഇവിടെ കറക്റ്റ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഡിസ്റ്റൻസും ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതല്ലെങ്കിൽ നമുക്ക് സൈക്കിളിന് പോകാം. ഞങ്ങളപ്പോൾ സൈക്കിള് ഹയർ ചെയ്യാൻ പറ്റുമോ നോക്കി. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ബൈക്ക് ഹയർ ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതൊരു ചെറിയ വോക്കാണ്. അപ്പം ഞങ്ങൾ അതിൽ നിന്ന് നടന്നിട്ട് വരാം. അയ്യോ, ഭയങ്കര അടിപൊളി ഒരു വെറൈറ്റി ഫോറസ്റ്റാണ്. ഈ മരങ്ങളിൽ മൊത്തം ഇങ്ങനെ മോസാണ്, പായലാണ്. നമ്മളങ്ങനെ സാധാരണ കാണാറില്ലല്ലോ. വേറെ തന്നെ ഒരു വേൾഡിലെത്തിയ പോലത്തെ ഫീലിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിലെത്തുമ്പം. നല്ല തണുപ്പും നല്ലൊരു കാംനെസ്, സ്റ്റിൽനെസ്, അടിപൊളി. മിനെഹഹ വോക്ക് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ചെറിയ വോക്കാണ്. നമ്മളിനി അത് കഴിഞ്ഞിട്ട് ഗ്ലേഷ്യർ വോക്കിൻ്റെ അങ്ങോട്ട് പോകണം. അത് കുറച്ച് വലിയ വോക്കാണ്. നമ്മൾ മുഴുവൻ നടക്കില്ലായിരിക്കും, എനിക്ക് തോന്നുന്നു 5-6 കിലോമീറ്റേഴ്സ് ഉണ്ട്. അതിനൊരു ഫസ്റ്റ് വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടം വരെ പോയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിക്കുന്നത്. ഫോക്സ് ഗ്ലേഷ്യറിലെ ഏറ്റവും വലിയ അത്ഭുതം അല്ലെങ്കിൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫോക്സ് ഗ്ലേഷ്യറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വോക്കിൻ്റെ പാർക്കിംഗ് ഏരിയ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ വോക്കിൻ്റെ സ്റ്റാർട്ടിങ്. ഇവിടെ മൾട്ടിപ്പിൾ വോക്ക് വേ ഉണ്ട്. അപ്പം നമ്മൾ ഈ സൗത്ത് സൈഡ്, ദ ഫസ്റ്റ് വൺ, അത് ഒരു 15-20 മിനിറ്റ്സ് നടന്നാലും നമുക്ക് ഈ ഗ്ലേഷ്യറിൻ്റെ ഒരു ഫസ്റ്റ് വ്യൂ കിട്ടും. അപ്പം നമുക്ക് അത്രയും നടക്കാനാണ് ഇന്ന് പ്ലാനുള്ളൂ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ വോക്കിനേക്കാളും കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള വോക്കാണ്. ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇതൊരു റെയിൻ ഫോറസ്റ്റ് ആണ്. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഞങ്ങളൊരു 1.5 കിലോമീറ്റർ നടന്നിട്ട് ഗ്ലേഷ്യറിൻ്റെ ഒരു ദൂരക്കാഴ്ച കണ്ടിട്ട് വരാമെന്നാണ് നമ്മുടെ ഒരു പ്ലാൻ. പക്ഷേ ഈ നടത്തം കണ്ടിട്ട് 1.5 കിലോമീറ്ററിൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് അറിയില്ല. അതിൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ല. നമ്മൾ ആ ഒരു ഫസ്റ്റ് വ്യൂ പോയിൻ്റ് എന്ന് വിചാരിച്ച സ്ഥലത്ത് അവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. പിന്നെ ഈ വോക്ക് നല്ല രസമായതുകൊണ്ട് നമ്മളിത് ഫുൾ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. 500 meters ഓൺലി. ഓക്കെ, നടക്ക്. നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ എത്താറായി. ഒരു അടിപൊളി വോക്കായിരുന്നു. ഭയങ്കര കാമിങ് ആൻഡ് നേച്ചർ അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അത്രയ്ക്ക് രസമുള്ളൊരു വോക്കാണ്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്ലാനും ഇല്ലായിരുന്നു ഇതിൻ്റെ എൻഡ് വരെ പോകണമെന്ന്. പിള്ളേരാണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തു. അവർ നല്ല ഫുൾ എനർജിയിൽ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും
ഈ വോക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. ആൻഡ് അത് ഭയങ്കര നല്ലൊരു തീരുമാനമായിന്ന് ഇപ്പോൾ തോന്നുന്നു. ഞങ്ങൾ ഓൾമോസ്റ്റ് അവിടെ എത്താറായി. ആ കാണുന്നതാണ് ഫോക്സ് ഗ്ലേഷ്യർ. ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു ഫോർമേഷനാണ്. മഞ്ഞിങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞ് അത് പിന്നെ ഐസായിട്ട് ഇത് എന്നിട്ട് പതുക്കെ ഇതൊരു റിവർ പോലെ താഴോട്ട് പതുക്കെ മൂവ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഗ്ലേഷ്യർ വ്യൂ അങ്ങനെ വലിയ പ്രത്യേകതയൊന്നും തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നമുക്കിവിടെ ഹെലികോപ്റ്റർ റൈഡ്സൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ചുകൂടെ പൈസ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണെങ്കിൽ നമുക്ക് അവിടെ പോയി ആ ഗ്ലേഷ്യറിൻ്റെ മേലെ ഇറങ്ങി അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തത് ഇങ്ങോട്ടുള്ള ആ റെയിൻ ഫോറസ്റ്റിൽ കൂടിയുള്ള ഒരു വോക്കായിരുന്നു. അത് ശരിക്കും അമേസിങ് ആയിരുന്നു. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പിന്നെ തിരിച്ച് കാർ പാർക്കിങ്ങിലോട്ട് പോവാണ്. നമ്മൾ ഫോക്സ് ഗ്ലേഷ്യർ വോക്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇവിടുന്ന് ഫ്രാൻസ് ജോസഫിലോട്ടാണ് പോകുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു സാർ ആ വോക്ക്? നല്ലതായിരുന്നു. മടുത്തോ? മടുത്തു, പക്ഷെ നല്ല വോക്കായിരുന്നു. ആണോ? നല്ല ബ്യൂട്ടിഫുൾ. ഇവാൻ ഇഷ്ടായോടാ? മടുത്തോ? മടുത്തില്ലേ? നമുക്ക് ഒരു വോക്കിനൂടെ പോയാലോ? അനീഷ് എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ വോക്ക്. ഇവിടെ ഫോക്സ് ഗ്ലേഷ്യറിൽ ഒരു ഫോക്സ് ഗ്ലേഷ്യർ വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മൾ ഫ്രാൻസ് ജോസഫിലോട്ട് പോകുന്നതിന് മുന്നേ അവിടെ ഒന്ന് പോയിട്ട് ഫ്രാൻസ് ജോസഫിലോട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലേഷ്യറിൻ്റെ നല്ല രസമുള്ളൊരു വ്യൂ നമുക്ക് കിട്ടും. നമ്മൾ കഷ്ടപ്പെട്ട് കുറേ ദൂരം നടന്ന് കണ്ട വ്യൂവിനേക്കാളും അടിപൊളി വ്യൂ ഇതാണെന്ന് തോന്നി. പാർക്കിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു വ്യൂ പോയിന്റ്. ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്തു. ഫോക്സ് ഗ്ലേഷ്യറൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ നേരെ ഫ്രാൻസ് ജോസഫിലോട്ട് വന്നു. ഇത് എഗെയിൻ ഒരു ഗ്ലേഷ്യറാണ്. നമുക്ക് ഏകദേശം 40 മിനിറ്റ്സ് ഡ്രൈവാണ് ഫോക്സ് ഗ്ലേഷ്യർ ടു ഫ്രാൻസ് ജോസഫ്. ഫോക്സ് ഗ്ലേഷ്യറിനേക്കാളും കുറച്ചുകൂടി വലിയൊരു ടൗണാണ് ഫ്രാൻസ് ജോസഫ്. ഒരുപാട് കഫേസും റെസ്റ്റോറൻറ്റ്സും ഒരുപാട് ടൂർ ഓപ്പറേറ്റേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയി. ഒരു തായ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല ഫുഡായിരുന്നു. കുറച്ച് വെയിറ്റിംഗ് ടൈമൊക്കെ ഉണ്ടായിരുന്നു, നല്ല തിരക്കായതുകൊണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ ഫോർ സ്ക്വയറിൽ കുറച്ച് ഗ്രോസറി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മൾ വീണ്ടും കുറച്ച് മാരിനേറ്റഡ് ചിക്കനും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് മേടിച്ചത് വൈകുന്നേരത്തെ ഡിന്നറിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി ഫ്രാൻസ് ജോസഫിലെ ഗ്ലേഷ്യർ കാണാൻ വേണ്ടി പോവാണ്. നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ച സ്ഥലത്തുനിന്ന് ഒരു 4-5 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഗ്ലേഷ്യർ വോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെറുതായിട്ട് മഴയൊക്കെ ചാർന്നുണ്ടായിരുന്നു. നമ്മൾ പാർക്കിങ്ങിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഗ്ലേഷ്യറിൻ്റെ അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടും. എഗെയിൻ ഇവിടെയും നമുക്ക് മൾട്ടിപ്പിൾ വാക്കിംഗ് ട്രെയിൽസ് ഉണ്ട്. നമുക്ക് കുറേ നടക്കേണ്ടവർക്ക് കുറേ നടക്കാം, കുറച്ച് നടക്കേണ്ടവർക്ക് ചെറിയ ട്രാക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ 1.1 കിലോമീറ്ററുള്ള ആ ഒരു ലൂപ്പാണ് നമ്മൾ നടക്കാൻ പോകുന്നത് കേട്ടോ. അതുപോലെ ഇവിടെ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കണമെങ്കിൽ. ഇവിടെ എല്ലാം ഒരുവിധപ്പെട്ട എല്ലാ വാക്കിംഗ് ട്രെയിൽസിൻ്റെയും ബിഗിനിങ്ങിൽ കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കമ്പാരിറ്റീവ്ലി വളരെ ചെറിയൊരു വാക്കാണ്. നമുക്ക് ആകെ 30 മിനിറ്റ്സേ എടുക്കുകയുള്ളൂ. ഞങ്ങളങ്ങനെ ഫ്രാൻസ് ജോസഫ് ഗ്ലേഷ്യറിൻ്റെ അടുത്തെത്തി. ഇതാണ് നമ്മുടെ ഒരു വ്യൂ പോയിൻ്റ്. ഇവിടെ നിന്ന് നമുക്ക് ഈ ഗ്ലേഷ്യറിൻ്റെ ഒരു ദൂരക്കാഴ്ച കാണാം. ഇവിടെയും നമുക്ക് ഹെലികോപ്റ്റർ റൈഡ്സൊക്കെ ഉണ്ട്. ഗ്ലേഷ്യറിൽ നമ്മളെ കൊണ്ടുപോകും. നമുക്കവിടെ ഇറങ്ങി ഗ്ലേഷ്യറിൻ്റെ മേലെ നടന്ന് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. 2 ഗ്ലേഷ്യർ കണ്ടപ്പോഴും അതിനേക്കാളും ഞാൻ എൻജോയ് ചെയ്തത് ആ ഒരു വോക്കായിരുന്നു കേട്ടോ. നമ്മൾ ഫ്രാൻസ് ജോസഫ് ഗ്ലേഷ്യറിലൊക്കെ പോയി തിരിച്ച് ഇവിടെ ഫോക്സ് ഗ്ലേഷ്യറിലാണ് നമ്മൾ താമസിക്കുന്നത്. അവിടെ വന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കുറേ നടന്ന് എല്ലാവരും അത്യാവശ്യം ടയേർഡായിരുന്നു. ഇനി നമ്മൾ ഈ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ലേക്ക് മത്തേഴ്സൺ എന്ന് പറഞ്ഞിട്ടൊരു ലേക്കുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് അവിടെയൊന്ന് പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പാർക്കിങ്ങിനോട് ചേർന്ന് തന്നെ നല്ലൊരു കഫേയും ഗിഫ്റ്റ് സെൻറ്ററും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്നും നമുക്ക് എഗെയിൻ ഒരുപാട് ഡിഫറെൻറ്റ്
വാക്കിംഗ് ട്രെയിൽസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ റിഫ്ലക്ഷൻ ഐലൻഡ് ലുക്ക് ഔട്ട്, അത് 2.5 കിലോമീറ്റേഴ്സാണ്, ഏകദേശം 50 മിനിറ്റ്സ്. ആ ഒരു വോക്ക് പോകാം എന്നുള്ള ഒരു പരിപാടിയാണ്. ഫുൾ ലൂപ്പ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ അധികം സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ റിഫ്ലക്ഷൻ കണ്ടിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. നല്ല രസമുണ്ടല്ലേ. എഗെയിൻ ഈ ഒരു വോക്കും അതിമനോഹരം എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഇതും നമ്മളൊരു റെയിൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ്. ഈ പറയും പോലെ മരങ്ങളൊക്കെ ആ ഒരു പായലൊക്കെയുള്ള മരങ്ങളും നല്ല പച്ചപ്പും നല്ല തണുപ്പും, ശരിക്കും നമ്മൾ വേറൊരു ലോകത്തെത്തിയൊരു ഫീലായിരുന്നു. അത്രയ്ക്ക് കാമിങ് ആയിട്ടുള്ള വോക്കായിരുന്നു. നമ്മൾ ശരിക്കും ഇന്ന് ഒരുപാട് നടന്നു, പക്ഷേ എന്നിട്ടും സ്റ്റിൽ നമ്മൾ ആ ഒരു എനർജിയിലും ആ ഒരു സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലും ഒക്കെയാണ് കേട്ടോ. ഈ ലേക്ക് മത്തേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു റിഫ്ലക്ഷൻ ലേക്കാണ്. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള മൗണ്ടൻസിനെ അതൊരു മിറർ പോലെ റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ അതിന് നമുക്ക് പെർഫെക്റ്റ് വെതർ കണ്ടീഷൻസ് വേണം. ഒരു തുള്ളി കാറ്റുണ്ടാവാൻ പാടില്ല. നമ്മൾ ചെന്ന ദിവസം ചെറിയ കാറ്റുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റിഫ്ലക്ഷൻ കറക്റ്റായിട്ട് കിട്ടിയില്ല. ഇതാണ് ലേക്ക് മത്തേഴ്സൺ. കണ്ടോ, അത്യാവശ്യം ചെറിയ അലകളുണ്ട് വെള്ളത്തിൽ. റിഫ്ലക്ഷൻ കണ്ടില്ലെങ്കിലും ആ ഒരു ലേക്ക് വ്യൂ അതിമനോഹരമായിരുന്നു. ഇന്നത്തെ ഒരു യാത്രയിൽ എനിക്ക് ഏറ്റവും മെമ്മറബിളായിട്ട് മനസ്സിൽ നിൽക്കുന്നത് ഈ ഒരു വോക്സാണ്. ആ ഒരു റെയിൻ ഫോറസ്റ്റിൽ കൂടെയുള്ള ആ പായലുകൾ നിറഞ്ഞ മരങ്ങൾക്കിടയിലൂടെ ആ തണുപ്പും പച്ചപ്പും കാംനെസ്സും ആ ഒരു ഫീൽ ഉണ്ടല്ലോ, നമുക്കത് ഒരു ക്യാമറയിലും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത്രയും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളങ്ങനെ റിഫ്ലക്ഷൻ വ്യൂ മാത്രം കാണാമെന്നോർത്ത് പോയിട്ട് നമ്മൾ ആ ഒരു ഫുൾ ലൂപ്പ് എടുത്തു. നല്ല രസമുണ്ട്, അടിപൊളി വോക്കാണ്. ഇന്നത്തെ വോക്കെല്ലാം സൂപ്പറായിരുന്നു. പക്ഷേ നമുക്ക് റിഫ്ലക്ഷൻ വ്യൂവിൽ റിഫ്ലക്ഷൻ ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ അവിടെ നിന്നുള്ള വ്യൂ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങളിന് തിരിച്ച് കാർ പാർക്കിലോട്ട് നടക്കുകയാണ്. സമയം ഏകദേശം 7 മണിയൊക്കെ ആയി. നമ്മൾ വീട്ടിൽ ചെന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെയായിരുന്നു നമ്മുടെ ഡേ 8 ഇൻ ന്യൂസിലൻഡ്. ഇന്ന് നമ്മുടെ ഡേ 9 ഇൻ ന്യൂസിലൻഡാണ്. ഇന്ന് കൈൻഡ് ഓഫ് ലാസ്റ്റ് ഡേ ആണെന്ന് പറയാം. നമ്മളിന്ന് ഫോക്സ് ഗ്ലേഷ്യർ ടു ക്രൈസ്റ്റ് ചർച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നാണ് അങ്ങോട്ട് ഡ്രൈവ് ചെയ്യാണ്. നാളെ ഏർലി മോർണിംഗ് ആണ് നമ്മുടെ റിട്ടേൺ ഫ്ലൈറ്റ്. ഏർലി മോർണിംഗ് അല്ല, 9 മണി ആ സമയത്ത്. പക്ഷെ നമ്മളൊരു 6 മണിയൊക്കെ ആകുമ്പോൾ എയർപോർട്ടിലെത്തണം. അപ്പോൾ ഇന്ന് മെയിൻലി ഡ്രൈവാണ്. ഇതും നല്ലൊരു സീനിക് ഡ്രൈവാണെന്നാണ് കേട്ടത്. അപ്പോൾ കുറച്ച് വ്യൂസൊക്കെ കണ്ട് അങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളൊരു 7 മണി കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 7:30 ആയി. നമുക്കൊരു 400 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഒരു 5.5 മണിക്കൂറോളം ഡ്രൈവ് തന്നെയുണ്ട്. ന്യൂസിലൻഡിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഡ്രൈവുകളിലൊന്നാണ് ഫോക്സ് ഗ്ലേഷ്യർ ടു ക്രൈസ്റ്റ് ചർച്ച്. ഒരു ലോങ് ഡ്രൈവാണ്. ഇതിൽ നമുക്ക് ചെറിയ ഒരു 20-30 മിനിറ്റ്സ് ഒക്കെ ഡീവിയേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല വ്യൂ പോയിൻറ്റ്സിൽ കൂടിയൊക്കെ പോകാനായിട്ട് പറ്റും. അതുപോലെ ഒരുപാട് വളരെ ചെറിയ വില്ലേജസൊക്കെ നമ്മൾ പോകുന്ന വഴി കാണാനായിട്ട് പറ്റി. ഒരുപാട് ബ്രിഡ്ജസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഗീവ് വേ ആണെങ്കിൽ നമ്മൾ വണ്ടി വരുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്ത് അത് നോക്കി വേണം നമ്മൾ പാസ് ചെയ്യാനായിട്ട്. ഇതിലധികവും തന്നെ 1 വേ അങ്ങനത്തെ ബ്രിഡ്ജുകളാണ്. അപ്പോൾ നമ്മുടെ ഒരു ഡ്രൈവിൽ മെയിനായിട്ട് നമ്മൾ ഈ കാണുന്ന മൗണ്ടൻ റേഞ്ചസ് സദേൺ ആൽപ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മൗണ്ടൻ റേഞ്ചസ് ക്രോസ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ക്രൈസ്റ്റ് ചർച്ചിലോട്ട് പോകുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു ഡ്രൈവാണ്. നമ്മൾ പോകുന്ന വഴി ഒരു 30 മിനിറ്റ്സ് ഡീവിയേഷൻ എടുത്താൽ നമുക്ക് ഹുക്കിറ്റിക്ക ഗോർജ് എന്ന് പറഞ്ഞിട്ട് ഒരു അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ മഴയാണെങ്കിലും അത് വഴിയൊന്ന് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. ഈ വെസ്റ്റ് കോസ്റ്റ് റീജിയൻ ന്യൂസിലൻഡിൽ തന്നെ ഏറ്റവും അധികം മഴ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കുറച്ച് ഇൻസ്ട്രക്ഷൻസും ഒക്കെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് വായിച്ച് നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് യാത്രയിൽ തോന്നിയ വേറൊരു കാര്യം, നമ്മൾ ചെറിയൊരു റെയിൻ കോട്ട് എടുക്കുകയാണെങ്കിൽ അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇവിടെ എപ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. പക്ഷേ അങ്ങനെ പെരും മഴ അങ്ങനെയുമല്ല, ചെറിയൊരു ചാറ്റൽ മഴയാണ് മിക്കവാറും പെയ്യാറുള്ളത്. നമ്മളിങ്ങനെ പോയപ്പം ഒരുപാട് പേര് റെയിൻ കോട്ട് ഇട്ട് അങ്ങനെ ട്രാവൽ ചെയ്യുന്നത് കണ്ടു. നമ്മൾ ശ്രദ്ധിക്കാതിരുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ ഒരു ചെറിയ റെയിൻ കോട്ട് നമുക്ക് ഈ കേമാട്ടിലൊക്കെ വളരെ കുറഞ്ഞ പൈസയ്ക്ക് കിട്ടും. അങ്ങനത്തെ ഒരെണ്ണം മേടിക്കുന്നത് വളരെ യൂസ്ഫുള്ളായിരിക്കും. മഴയെക്കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇതാണ് ഹൊക്കിറ്റിക്ക ഗോർജ്, അങ്ങനെയാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പ്രത്യേകത ആ ഒരു ഡീപ്പ് ബ്ലൂ ടെർക്കോയിസ് കളറാണ്. അപ്പോൾ ഇതിന് ഈ കളർ കൊടുക്കുന്നത് ഒരു ഗ്ലേഷ്യൽ ഫ്ലവറാണ്, ഒരു റോക്ക് പാർട്ടിക്കിൾസ് ആണ്. ഇതിൻ്റെ ഒരു ഫുൾ വാക്കിംഗ് ട്രെയിൽ എന്ന് പറയുന്നത് 1 അവറോളം എടുക്കുന്ന ഒരു സർക്യൂട്ടാണ്. പക്ഷേ നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് വരെ വന്നിട്ട് നമ്മളിനി തിരിച്ചു പോവാണ്.
അപ്പോൾ നമ്മൾ ആർത്തേഴ്സ് പാസ് വഴിയാണ് നമ്മൾ ക്രൈസ്റ്റ് ചർച്ചിലോട്ട് പോകുന്നത്. ഇത് നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു ഹൈവേ ആണെന്ന് പറയാം. നമ്മൾ പോകുന്ന വഴിക്കാണ് ആർത്തേഴ്സ് പാസ് വില്ലേജ്. ഇതൊരു ചെറിയ ടൗണാണ്. നമുക്കിവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. നമ്മളിവിടെ ലഞ്ച് കഴിക്കാൻ നിർത്തിയാലോ എന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പം മഴയാണ്, പ്ലസ് നമുക്ക് റെസ്റ്റോറൻറ്റ്സിൻ്റെ അടുത്തൊന്നും ഒരു പാർക്കിംഗ് ഒന്നും കണ്ടില്ല. പിന്നെ നമ്മളങ്ങനെ നമ്മുടെ ഡ്രൈവ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ആക്ച്വലി ഒരുപാട് നല്ല വ്യൂ പോയിൻറ്റ്സ് ഉള്ള ഒരു ഡ്രൈവാണ് കേട്ടോ. പിന്നെ ചില സ്ഥലങ്ങളിലേക്ക് എത്തിയപ്പം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങളങ്ങനെ ഒരുപാട് നിർത്തിയൊന്നുമില്ല. ഇത് ഞങ്ങൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒരു ലേക്ക് കണ്ടപ്പോൾ അവിടെ നിന്ന് നിർത്തിയതാണ്. പക്ഷേ അവിടെ എത്തിയപ്പോഴും നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഇറങ്ങിയില്ല. നമ്മളങ്ങനെ ക്രൈസ്റ്റ് ചർച്ചിലോട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഫുള്ള് നല്ല മഴയാണ്. നമ്മളിങ്ങനെ കുറച്ച് വ്യൂ പോയിൻറ്റ്സിലൊക്കെ നിർത്തി അങ്ങനെ വരാനായിരുന്നു നമ്മുടെ പരിപാടി. പക്ഷെ നമ്മൾ വിചാരിച്ച പോലൊന്നും കാര്യങ്ങൾ നടന്നില്ല. നല്ല മഴയാണ്, ത്രൂ ഔട്ട് മഴയായിരുന്നു. അപ്പം നമ്മളങ്ങനെ മഴയൊക്കെ എൻജോയ് ചെയ്ത് നമ്മുടെ മെലഡീസൊക്കെ കേട്ട് ഡ്രൈവ് അങ്ങനെ എൻജോയ് ചെയ്ത് പോവാണ്. നമുക്കിനി ഒരു 1.25 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും കഴിക്കാനായിട്ട് നിർത്തണം. നിങ്ങൾ മടുത്തോ വണ്ടിയിൽ ഇരുന്നിരുന്ന്? വിശക്കുവാണോ? ഓക്കെ, ഉടനെ നമുക്ക് ഒരു സ്ഥലം കണ്ടുപിടിക്കാം. എങ്ങനെയുണ്ട് ഡ്രൈവ്? ഇഷ്ടപ്പെട്ടോ? അടിപൊളി ഡ്രൈവ് അല്ലേ? നമുക്ക് കുറച്ചുകൂടെ മഴയത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗിയുണ്ട്. ഡെഫിനറ്റ്ലി നമുക്ക് മിസ്സാവുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ എപ്പോഴും ലുക്ക് അറ്റ് ദ ബ്രൈറ്റ് സൈഡ് എന്ന് പറയുന്ന പോലെ നമ്മൾ ആ ഒരു ഡ്രൈവും മഞ്ഞും മഴയും മേഘങ്ങളും ഒക്കെ എൻജോയ് ചെയ്തങ്ങ് ഡ്രൈവ് ചെയ്തു. ലഞ്ചൊക്കെ കഴിക്കാനായിട്ട് കുറച്ച് ലേറ്റായി. സാധാരണ ഇങ്ങനെ ഡ്രൈവ് പോകുമ്പം നമ്മളിങ്ങനെ കുഞ്ഞു ബ്രേക്ക് എടുക്കും. ഇടയ്ക്ക് ഒരു കോഫി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്നാക്ക് അങ്ങനെയൊക്കെ മേടിച്ച് അങ്ങനെ പതുക്കെയാണ് പോകാറ്. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഇടയ്ക്ക് ഒരു കുഞ്ഞു ബ്രേക്ക് എടുക്കുമ്പോൾ അവർക്കും അങ്ങനെ ബോറടിക്കില്ലല്ലോ. ഇപ്രാവശ്യം സത്യം പറഞ്ഞാൽ മഴ കൊണ്ട് നമുക്കങ്ങനെ അധികം നിർത്താൻ പറ്റിയില്ല. നമ്മളിവിടെ സ്പ്രിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ പെട്രോൾ സ്റ്റേഷനോട് ചേർന്ന് ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നമ്മളെല്ലാവരും സാൻഡ്വിച്ചും അങ്ങനെ പല സാധനങ്ങൾ മേടിച്ചു. ഞാനെൻ്റെ സാൻഡ്വിച്ചും ഒരു കോഫിയൊക്കെ വാങ്ങി. ഇപ്പോഴും നല്ല മഴയാണ്. അപ്പോൾ നമ്മളതുകൊണ്ട് വണ്ടിയിലിരുന്ന് പെട്ടെന്നൊന്ന് കഴിച്ചിട്ട് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ക്രൈസ്റ്റ് ചർച്ച് എത്തി. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിലൊന്ന് പോയിട്ട് ആണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട് നമ്മളെ ഒരു ലുക്ക് ഔട്ട് പോയിന്റിലോട്ട് കൊണ്ടുപോയി. അതിൻ്റെ പേര് കാശ്മീരി ഹിൽ ലുക്ക് ഔട്ട് പോയിൻ്റ് എന്നാണ്. അവിടെ പോയി നിന്നാൽ നമുക്ക് ക്രൈസ്റ്റ് ചർച്ചിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ കിട്ടും. ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നു. നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു, ഹിൽ ഏരിയയൊക്കെ ആയതുകൊണ്ട്. പിന്നെ ഞങ്ങൾ ക്രൈസ്റ്റ് ചർച്ചിൽ കൂടെ കുറച്ച് ഡ്രൈവൊക്കെ ചെയ്ത് വണ്ടിയിലിരുന്ന് ക്രൈസ്റ്റ് ചർച്ച് കണ്ടു എന്ന് പറയാം. പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി നല്ല മസാല ദോശയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി തന്നു. അടിപൊളിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ താമസിക്കുന്ന സ്ഥലത്ത് പോയൊരു ഹോട്ടൽ അക്കോമഡേഷൻ ആയിരുന്നു, ജസ്റ്റ് 1 നൈറ്റ്. പിറ്റേ ദിവസം രാവിലെ ഒരു 5:45 ഒക്കെ ആയപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കാറ് റെൻറ്റ് ചെയ്ത സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ വണ്ടി അവിടെ തിരിച്ചു കൊടുക്കാൻ പോവാണ്. എന്നിട്ട് അവർ നമുക്ക് എയർപോർട്ട് ഡ്രോപ്പ് തരും. അപ്പോൾ നമ്മളങ്ങനെ എയർപോർട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ന്യൂസിലൻഡ് വിശേഷങ്ങൾ ഇതോടുകൂടെ തീരുകയാണ്. നമുക്ക് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.